പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദരരെ, ഈ ഞായറാഴ്ചയ്ക്ക് ചില പ്രത്യേകതകളുണ്ട്. ഇന്നാണ് കൈത്താക്കാലം ആരംഭിക്കുന്നത്. കൈത്താക്കാലം എന്ന് പറഞ്ഞാൽ ഒരു വിളവെടുപ്പിൻ്റെയും ഫലസമൃദ്ധിയുടെയും സമയമാണ്. ഈ ഞായറാഴ്ച ആരംഭിക്കുന്നത് തന്നെ 12 അപ്പസ്തോലന്മാരെ അനുസ്മരിച്ചുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഇന്നത്തെ വായന പ്രധാനമായും വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷത്തിലെ 10-ാം അധ്യായത്തിലെ 1 മുതൽ 15 വരെയുള്ള വാക്യങ്ങളാണ്. ഇവിടെ ആദ്യം പ്രതിപാദിക്കുന്നത് യേശു തൻ്റെ ശിഷ്യന്മാരെ പറ്റിയാണ്. ശിഷ്യന്മാരെ യേശു വിളിച്ച് അവരെ അപ്പസ്തോലന്മാരാക്കി തൻ്റെ ആദ്യത്തെ പ്രേക്ഷിത ദൗത്യത്തിനായി അയക്കുന്ന ഒരു ഭാഗമാണിത്. ഈ 12 അപ്പസ്തോലന്മാരുടെ ആ 12-ന് ചില പ്രത്യേകതകളുണ്ട്. പഴയ നിയമത്തിലും 12 എന്ന അക്കത്തിന് പ്രാധാന്യമുണ്ടായിരുന്നു. നമുക്കറിയാം, ഇസ്രായേൽ എന്ന് പറയുന്നത് യാക്കോബാണ്. യാക്കോബിന് 12 മക്കളുണ്ടായിരുന്നു. അതിൽ നിന്നാണ് 12 ഗോത്രങ്ങൾ ഉണ്ടായത്. പിന്നീടും 12 എന്ന അക്കത്തിന് പഴയ നിയമത്തിൽ പ്രാധാന്യം ഉണ്ടായിരുന്നു. ഉദാഹരണത്തിന്, അവർ ആ പേടകത്തിൽ വെച്ചിരുന്നത് 12 അപ്പമാണ്. ദൈവത്തിൻ്റെ സാന്നിധ്യം വിളിച്ചറിയുന്ന തിരുസാന്നിധ്യത്തിൻ്റെ അപ്പം 12 ആയിരുന്നു. ജോഷുവ ഒരു ബലിപീഠം പണിതപ്പോൾ അതിൻ്റെ അടിയിൽ ജോർദാൻ നദിയിൽ നിന്ന് കൊണ്ടുവന്ന 12 കല്ലുകളായിരുന്നു. ഇനി പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഈശോ 12 ശിഷ്യന്മാരെ വിളിച്ചു. വെളിപാടിൻ്റെ പുസ്തകത്തിലും 12 എന്ന അക്കം വരുന്നുണ്ട്. ഈശോ വളരെ പ്രാധാന്യം കൊടുത്തത് എന്തിനു വേണ്ടിയാണ്? പഴയ നിയമവും പുതിയ നിയമവും തമ്മിൽ ഒരു ബന്ധം സ്ഥാപിക്കുകയാണ്. അങ്ങനെയാണ് സഭയുടെ സ്ഥാപനത്തെപ്പറ്റി പറയുമ്പോൾ പൗലോസ് അപ്പസ്തോലൻ എഫേസൂസുകാർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 20-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, അപ്പസ്തോലന്മാരും പ്രവാചകരുമാകുന്ന അടിത്തറമേൽ പണിതുയർത്തപ്പെട്ടവരാണ് നിങ്ങൾ എന്ന്. അങ്ങനെ ആ ഒരു ബന്ധം സ്ഥാപിച്ചുകൊണ്ടാണ് ഈശോ ഈ ശിഷ്യന്മാരെ തിരഞ്ഞെടുത്ത് അപ്പസ്തോലന്മാരാക്കുന്നത്. അതിൻ്റെ ഒരു പ്രത്യേകത അവിടെ കാണുന്നത്, ഈ 12 പേരുടെയും പേരുകൾ പ്രത്യേകമായി എഴുതി ചേർത്തിട്ടുണ്ട്. നമുക്കറിയാം, 3 സമാന്തര സുവിശേഷങ്ങളിലും പൗലോസ്ലിഹ അപ്പസ്തോലന്മാരുടെ പ്രവർത്തനങ്ങളിലും ഈ പേരുകൾ ആവർത്തിക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ആദിമ സഭയിൽ സുപരിചിതമായിരുന്നു 12 അപ്പസ്തോലന്മാരുടെ പേരുകൾ. അതിലെ ഒരു പ്രത്യേകത, അതിൽ ഒന്നാമൻ എപ്പോഴും പത്രോസ് ആയിരുന്നു. പത്രോസ് ആണല്ലോ ആദ്യത്തെ മാർപ്പാപ്പ. പത്രോസിന് പ്രത്യേകമായ ഒരു പ്രാധാന്യം കൊടുത്തിരുന്നു. എന്ത് അധികാരമാണ് ഈ അപ്പസ്തോലന്മാർക്ക് യേശു കൽപ്പിച്ചു കൊടുക്കുന്നത്? ആദ്യമായിട്ട് അവരെ അന്ധകാര ശക്തികളെ നേരിടാനും രോഗികളെ സുഖപ്പെടുത്താനും സ്വർഗരാജ്യത്തെപ്പറ്റി പ്രസംഗിക്കാനുമാണ് അവരെ ദൗത്യം ഏൽപ്പിച്ചത്. ഇത് വളരെ അർത്ഥവത്തായ ഒരു കാര്യമാണ്. യേശു ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നതും ഇനി പറയാൻ പോകുന്നതുമായ കാര്യങ്ങൾ മുൻകൂട്ടി തന്നെ അപ്പസ്തോലന്മാരെ ഏൽപ്പിച്ച് ഈ 2 പേരായി അവരെ ഓരോ ഗ്രാമങ്ങളിലേക്ക് പിന്നീട് അയക്കും. അതുകൊണ്ട് ഇതിന് വലിയ പ്രസക്തിയാണ് ഉള്ളത്. എന്താണ് ഈശോ പറയുന്ന കാര്യം? ഈ അപ്പസ്തോലന്മാർക്ക് ഈശോ നൽകുന്ന ദൗത്യം, ഒന്ന്, തന്നോടുകൂടി ആയിരിക്കുക. നഷ്ടപ്പെട്ടു പോയ ആടുകളുടെ അടുക്കലേക്ക് അവര് സുവിശേഷം അറിയിക്കുക. ആരാണ് ഈ നഷ്ടപ്പെട്ടു പോയ ആടുകൾ? നമുക്കറിയാം, ഇസ്രായേലിന് 12 ഗോത്രങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ രാജാക്കന്മാരുടെ കാലത്തിന് ശേഷം ഈ 12 ഗോത്രങ്ങളിൽ 2 ഒഴികെ പരിപൂർണമായി അപ്രത്യക്ഷമായി നഷ്ടപ്പെട്ടു പോയി. അവരെ തിരിഞ്ഞു പിടിക്കുക എന്ന് പറഞ്ഞാൽ, ഇസ്രായേൽക്കാരുടെ അടുക്കിലേക്ക് ആദ്യം നീ പോകുക, പിന്നീടാണ് വിജാതിയുടെ അടുക്കിലേക്ക് പോകേണ്ടത് എന്ന് ഈശോ തന്നെ സൂചിപ്പിക്കുകയാണ്. അതിലൂടെ ഈശോ അർത്ഥമാക്കുന്നത് പഴയ നിയമത്തിനും പുതിയ നിയമത്തിനും ബന്ധമുണ്ട് എന്നാണ്. പിന്നെ ഈശോ അവരെ ഏൽപ്പിച്ചത്, നിങ്ങൾ പോയി എല്ലാവരും സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പറയുക. എന്താണ് ഈ സ്വർഗരാജ്യം? ഈശോ തന്നെയാണ് സ്വർഗരാജ്യം.
ആ സ്വർഗരാജ്യം ഇതാ ഈശോയുടെ നിവർത്തിതമായിരിക്കുന്നു എന്ന് പറയലാണ്. പിന്നീട് അവരോട് പ്രത്യേകം പറയും, നിങ്ങൾ ഭാണ്ഡമോ ചെരുപ്പോ പണസഞ്ചിയോ ഒന്നും എടുക്കരുത്. കാരണം ആരൊക്കെ സുവിശേഷം പറയുന്നുവോ അവർ ആ സുവിശേഷം കൊണ്ട് അല്ലെങ്കിൽ സുവിശേഷം സ്വീകരിച്ചവരിലൂടെ അവർ ധന്യരാക്കപ്പെടും, അവർക്ക് ആവശ്യമായ അപ്പം അവർക്ക് ലഭിക്കും എന്നുള്ള സൂചനയാണ്. അതുകൊണ്ട് ഉത്കണ്ഠകളും ആകുലതയും കുറയ്ക്കുക, ദൈവരാജ്യത്തെപ്പറ്റി മാത്രം ചിന്തിക്കുക. അതാണ് ഈശോ ആഗ്രഹിക്കുന്ന കാര്യം. പ്രധാനമായും നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ആ 10-ാമത്തെ അധ്യായത്തിൽ 1-ാമത്തെ വാക്യത്തിൽ ഒരു വാചകമുണ്ട്. ഈശോ ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തു, അപ്പസ്തോലന്മാരാക്കി. നമ്മളെല്ലാവരും തന്നെ ശിഷ്യന്മാരാകണം, യേശുവിൻ്റെ ശിഷ്യന്മാരാകണം. ആരാണ് യേശുവിൻ്റെ ശിഷ്യന്മാർ? യേശുവിൻ്റെ ശിഷ്യന്മാർ എന്ന് പറയുന്നത് യേശുവിനോട് കൂടെ ജീവിക്കുന്നവരാണ്. യേശുവിന് ഒപ്പം ജീവിക്കുക, യേശുവിൻ്റെ ഒപ്പം നടക്കുക, യേശുവിനോട് കൂടെ ആയിരിക്കുന്നവരാണ്. അതുകൊണ്ടാണ് യോഹന്നാൻ ശ്ലീഹ എഴുതി വച്ചിരിക്കുന്നത്, യേശു നടന്ന അതേ വഴിയിലൂടെ നാമും നടക്കേണ്ടിയിരിക്കുന്നു എന്ന്. അപ്പോൾ ഒരു ശിഷ്യനാകുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. അങ്ങനെ ആ ശിഷ്യന്മാരിൽ നിന്നാണ് അപ്പസ്തോലന്മാരെ വിളിക്കുക. ശിഷ്യനാകാൻ നാം എന്ത് ചെയ്യണം? ഈശോയുടെ ജീവിത ശൈലി സ്വന്തമാക്കണം, യേശുവിൻ്റെ വഴിയെ നടക്കണം, യേശു ചെയ്തത് നമ്മൾ ചെയ്യണം. ഈശോ വളരെ ത്യാഗങ്ങൾ ചെയ്തു, അത് നമ്മൾ ആവർത്തിക്കണം. ത്യാഗോന്മുഖമായ ഒരു ജീവിതം നയിക്കണം. സഹിക്കേണ്ടി വരുമെങ്കിൽ, മരിക്കേണ്ടി വരുമെങ്കിൽ അതിനും തയ്യാറാകുന്ന വ്യക്തിയാണ് യേശു ശിഷ്യൻ. അതുപോലെ തന്നെ യേശുവിൻ്റെ ജീവിതം നിരീക്ഷിച്ചുകൊണ്ട് അത് സ്വന്തം ജീവിതത്തിൽ പകർത്തുന്നവനാണ് ഒരു യഥാർത്ഥ ശിഷ്യൻ. അതുകൊണ്ട് എന്ത് വേണം? ആ ശിഷ്യന്മാരൊക്കെ യേശുവിൻ്റെ ജീവിത ശൈലി അവർ നിരീക്ഷണം ചെയ്തു. അപ്പോൾ അവർ കണ്ടു, യേശു പ്രാർത്ഥിക്കുന്നു, എവിടെ പോയാലും പ്രാർത്ഥിക്കുന്നു. മലയിലായാലും തെരുവീതികളിലായാലും ഒരു കല്ലറയുടെ മുമ്പിലായാലും എവിടെയും പ്രാർത്ഥിക്കുവാൻ ഈശോ കടന്നു വന്നു. അങ്ങനെ ശിഷ്യന്മാർ ഈശോയോട് പ്രാർത്ഥിച്ചു, ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ എന്ന്. അങ്ങനെയാണ് നമുക്കറിയാം യേശുവിനെ പോലെ പ്രാർത്ഥിക്കുക എന്നൊരു ശൈലി തന്നെ ഉണ്ടായത്. ശിഷ്യന്മാരായ നമുക്ക് യേശുവിനെ പോലെ പ്രാർത്ഥിക്കണം, പിതാവിനോട് പ്രാർത്ഥിക്കണം. അങ്ങനെ പ്രാർത്ഥനാ ശൈലിയുള്ളവരും പ്രാർത്ഥനാ ജീവിതമുള്ളവരാണ് യഥാർത്ഥ ശിഷ്യൻ. കൂടാതെ യേശു ചെയ്ത പല പ്രവൃത്തികളും പിന്നീട് അനേകം പേർക്ക് മാതൃകയായി. ഉദാഹരണത്തിന്, ആ പാപത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയോട് ഈശോ പെരുമാറിയ രീതി എന്തായിരുന്നു? ആ രീതി, അവളോട് അനുകമ്പ കാണിച്ചു. അവളോട് ഈശോ പറഞ്ഞത്, നിന്നെ ആരും വിധിച്ചില്ലേ എങ്കിൽ ഞാനും നിന്നെ വിധിക്കുന്നില്ല, നീ പാപം ചെയ്യരുത്, നീ പൊയ്ക്കൊള്ളുക എന്നാണ്. അത്രയും അനുകമ്പയോടെ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം യേശു ശിഷ്യൻ. അതുപോലെ തന്നെ യേശു പഠിപ്പിച്ചു, യേശു സ്വർഗരാജ്യത്തെ പറ്റി പഠിപ്പിച്ചു. ശിഷ്യന്മാരത് കേട്ടു. പിന്നീട് അവർ ശിഷ്യന്മാരായും അപ്പസ്തോലന്മാരായും അവരത് പഠിപ്പിച്ചുകൊണ്ടിരുന്നു. ഇന്നും യേശുവിൻ്റെ പ്രബോധനമാണ് നമ്മുടെ ജീവിതത്തിൽ അനിവാര്യമായിട്ടുണ്ടാകേണ്ടത്. യേശു എന്ത് പഠിപ്പിച്ചു അതാണ് ഇന്ന് നമ്മൾ ജനത്തെ പഠിപ്പിക്കേണ്ടത്. പ്രിയരെ, നമുക്ക് ആദ്യം തന്നെ ഈ ഒരു സന്ദേശത്തിൻ്റെ വെളിച്ചത്തിൽ ക്രിസ്തു ശിഷ്യന്മാരാകാം. അങ്ങനെ വരുമ്പോൾ ഈശോ നമ്മെ പ്രത്യേകം ക്ഷണിക്കും. അങ്ങനെ അപ്പസ്തോലന്മാരാകാൻ പറ്റും. അപ്പസ്തോലന്മാരെ ഈശോ തന്നെ നിയോഗിച്ചു. അവർക്ക് പഠിപ്പിക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് അവരെ അയച്ചു. നമ്മൾ യേശുവിനോട് ചേർന്നിരിക്കുമ്പോൾ നമ്മൾ എന്താണ് നമ്മുടെ ജനത്തോട് പറയേണ്ടുന്ന കാര്യം ഈശോ നമ്മെ പഠിപ്പിച്ചു തരും. അത് സ്വീകരിച്ചുകൊണ്ട് ധന്യമായ ഒരു ക്രിസ്തീയ ജീവിതം നയിക്കാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.